നിങ്ങളിപ്പോ ഈ 178 വീട് കൊടുത്തിട്ട് നിങ്ങളുടെ വിചാരം എന്ന് പറയുന്നത് നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തതാണ് അല്ലേ? ഇത് നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തതല്ലടോ. ഇത് നിങ്ങളല്ല, ഏത് ഭരണകൂടമാണെങ്കിലും അവരിത് ചെയ്യണം. അതാണ് ഒരു ഭരണകൂടത്തിന്റെ കർത്തവ്യം. നിങ്ങൾ അത്രേ ചെയ്തിട്ടുള്ളൂ. അത് നിങ്ങൾ ചെയ്തിട്ടില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങളെന്തോ മഹത്തായ കാര്യം ചെയ്തു എന്നല്ല പറയുന്നത്. പിണറായി വിജയന്റെ ഒക്കെ വർത്താനം കേട്ടായിരിക്കും ഞങ്ങളെന്തോ ഈ വാരി പുണരുകയാണ് ഈ ദുരന്ത ബാധിതരെ. ഒരു വാരി പുണരില്ല. നിങ്ങളല്ല, ഇവിടെ ഭരിക്കുന്ന കോൺഗ്രസ് ആണെങ്കിലും ഇവിടെ ഭരിക്കുന്ന BJP ആണെങ്കിലും ഇതൊക്കെ ചെയ്യും, ഇതൊക്കെ ചെയ്തിരിക്കണം. ഇതൊക്കെ ചെയ്യാനാണ് നിങ്ങൾ അധികാരത്തിലേറ്റുന്നത്. നിങ്ങൾ ചെയ്തത് എന്തോ ഒരു കാരുണ്യ പ്രവർത്തനം എന്നുള്ള രീതിയിലൊന്നും കണക്കാക്കേണ്ട കേട്ടോ. നേരെ മറിച്ച് നിങ്ങൾ ഇത് കണ്ടുപിടിക്കണോ. കോൺഗ്രസ്സുകാരും മുസ്ലിം ലീഗുകാരും ചെയ്യുന്ന കണ്ടുപിടിക്കുക. അവരുടേതായ രീതിയിൽ അവർ വീടുണ്ടാക്കി കൊടുക്കുകയാണ്. CPM-കാരെ എത്ര വീടുണ്ടാക്കി കൊടുത്തോ? നിങ്ങൾ വലിയ വർത്താനം പറയുന്നുണ്ടല്ലോ. CPM-കാർ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ബക്കറ്റുമായി ഇറങ്ങിയാൽ 400 അല്ല 4000 വീടുണ്ടാക്കാനുള്ള പൈസ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. നിങ്ങൾക്ക് ഈ ബക്കറ്റിലേക്കല്ല, അതല്ലാതെ തന്നെ നിങ്ങൾക്ക് മാസപ്പടിയായിട്ടും അല്ലാത്തപ്പടിയായിട്ടും ഒക്കെ ഇവിടെ കോടാനുകോടികൾ കിട്ടുമെന്ന് ഇവിടുത്തെ എല്ലാവർക്കും അറിയാം. എന്നിട്ടും നിങ്ങൾ ഇവിടെ ഈ പറയുന്ന വയനാട്ടിലെ ദുരിതബാധിതർക്ക് CPM-കാർ എത്ര വീടുകൾ ഉണ്ടാക്കി കൊടുത്തു? ഇതാ പറയുന്നത്. നിങ്ങൾക്ക് പാവപ്പെട്ടവരോട് ഒരു ചെറിയ സഹതാപം പോലും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് ആകെ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അടുത്ത തവണ 3ാമതും അധികാരത്തിൽ വരണം അല്ലെ? 3ാമതും അധികാരത്തിൽ വരണം. എന്തിന് അധികാരത്തിൽ വരണം? വന്നില്ല എങ്കിൽ നിങ്ങൾ കൂട്ടത്തോടെ ജയിലിലേക്ക് അയക്കും പോകുക. ജയിലിൽ സ്ഥലം ഉണ്ടാവില്ല. അതാണ് വേറൊരു പ്രശ്നം. ജയിലിൽ സ്ഥലം ഉണ്ടാവില്ല. എത്ര വലിയ നേതാക്കന്മാർ മുതൽ താഴെ തട്ടിലുള്ള നേതാക്കന്മാർ വരെ ചെയ്തു കൂട്ടിയ പാതകങ്ങൾ അല്ലെ, കൊടും പാതകങ്ങൾ, ഇതൊക്കെ അന്വേഷിച്ചു തുടങ്ങിയാൽ എത്ര പേർ ജയിലിൽ കിടക്കും. പിണറായി വിജയൻ മുതൽ കൊണ്ട് എണ്ണിക്കോ അല്ലേ? പിണറായി വിജയനൊക്കെ എത്ര കേസുകളിൽ സ്വപ്നയുടെ 164 സ്റ്റേറ്റ്മെന്റ് ഒക്കെ കണ്ട് പൊടി തട്ടി പുറത്തേക്ക് എടുത്താൽ മതി അല്ലേ? ഡോളർ കടത്ത് മുതൽ സ്വർണ്ണക്കടത്ത് മുതൽ മോളുടെ കാര്യം എടുത്താൽ അന്വേഷണം നടക്കുകയാണ് കേട്ടോ. അപ്പൊ തൽക്കാലം ഇങ്ങനെ ഒന്ന് ചവിട്ടി പിടിച്ചിട്ടേ ഉള്ളൂ. SFIO അന്വേഷണമൊക്കെ അതൊക്കെ ഒന്ന് ശരിക്കും നടന്നു കഴിഞ്ഞാലേ മാസപ്പടി ഇപ്പോഴും പറയുന്നില്ല. എന്താണ് കരിമണൽ കർത്താക്ക് വേണ്ടി ചെയ്തു കൊടുത്ത സേവനമെന്നു? എന്തെങ്കിലും സേവനം വേണ്ടേ? അപ്പോൾ നിങ്ങൾ ജയിലിനകത്ത് പോകുമെന്നുള്ളൊരു പേടി കൊണ്ട് നിങ്ങൾക്ക് വീണ്ടും അധികാരം വേണം അല്ലേ? എന്നാലേ നിങ്ങൾക്ക് ബാക്കി വെച്ച ശബരിമലയിൽ കുറച്ചുകൂടി ബാക്കി വെച്ചിട്ടുണ്ട്. അയ്യപ്പന്റെ തങ്ക വിഗ്രഹം അവിടെയുണ്ട്, പോയിട്ടില്ല എന്നാണ് നമ്മുടെയൊക്കെ വിശ്വാസം. അതുകൂടി നിങ്ങൾക്ക് അടിച്ചെടുക്കണം. അങ്ങനെ നിങ്ങളുടെ എന്തോ ഒരു മഹത്തായ കാര്യം പോട്ടെ. ശേഷിക്കുന്ന വീടുകൾ കാലവർഷത്തിന് മുൻപേ കൈമാറും എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ശേഷിക്കുന്ന വീടുകളെ കാലവർഷത്തിന് മുന്നേ കൈമാറും. ഇത് സ്നേഹത്തിന്റെ കേരള മാതൃകയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇത് സ്നേഹത്തിന്റെ കേരള മാതൃകയെന്ന് ഉണ്ടയാണ്. കേരളത്തിന്റെ സ്നേഹ മാതൃക. ഇനി വേറൊന്ന്. MLA-യെ കൂക്കി വിളിച്ച് LDF അനുകൂലികൾ ഇടപെടാതെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും. MLA-യെ കൂക്കി വിളിച്ചു. അതായത് നമ്മളെ T സിദ്ദിഖ് വയനാട്ടുകാരുടെ സ്വന്തം MLA ആണ്. നമുക്കറിയാം ഈ സിദ്ദിഖ് ആ ദുരന്തം നടന്ന നാളുകളില് സിദ്ദിഖൊക്കെ ഏത് രീതിയിലായിരുന്നു ഈ ദുരന്ത ബാധിതരെ ചേർത്ത് പിടിച്ചത് എന്നും നമ്മുടെ കൺമുന്നിൽ ഇപ്പോഴുണ്ട്. ആ റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് ആ കോരിച്ചെറിയുന്ന മഴയത്തും സിദ്ദിഖ് ആ ജനങ്ങളുടെ കണ്ണീരിനൊപ്പം നടന്നു നീങ്ങിയ ആ ജനപ്രിയ നേതാവ് സിദ്ദിഖിന്റെ ചിത്രം നമ്മുടെയൊക്കെ മുന്നിലുണ്ട്. ആ സിദ്ദിഖ് ഈ പരിപാടിയിൽ പ്രസംഗിക്കാൻ വന്നപ്പോ അന്തംകമ്മികൾ കൂക്കാൻ വേണ്ടിയിട്ട് അന്തംകമ്മികൾ കൊണ്ടുവന്നിട്ട് ഇപ്പതാണല്ലോ. ഇപ്പം കിണറേഷ് എന്ന് പറയുന്ന ഒരു പൊട്ട ഒരു പഴയ ജേർണലിസ്റ്റ് ആണ്. കാലഹരണപ്പെട്ട സിദ്ധാന്തങ്ങളുമായി മൂപ്പര് വന്നിട്ട് CPM-നെ വിളിപ്പിക്കാൻ നോക്കുകയാണ്. വിളിപ്പിച്ചതൊന്നുമില്ല, കൂടുതൽ കറക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് കുറെ CPM-മാരെ കൊണ്ടുവന്നിങ്ങോട്ട് കൂകിപ്പിച്ചത്. സിദ്ദിഖ് പ്രസംഗിക്കുമ്പോൾ കൂകുക. ഇപ്പൊ CPM-മാരുടെ ഒറ്റപ്പണിയാണല്ലോ കൂകുക അല്ലെ? പണ്ടൊക്കെ 51 വെട്ടുവെട്ടി ആ കാലം കഴിഞ്ഞു. പിന്നെ പെണ്ണു കേസായി, അതും നടക്കുന്നില്ല. അപ്പോഴാണ് ഇപ്പൊ കൂകി തോൽപ്പിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം. നിയമസഭാ ഇലക്ഷൻ വരുമ്പോ അപ്പോഴും കൂകണം കേട്ടോ. കൂകി തോൽപ്പിക്കണം. T സിദ്ദിഖിനെ കൂകി തോൽപ്പിച്ചു. കൂകലിന് ഉദ്ഘാടനം ചെയ്തത് മന്ത്രി രാജനായിരുന്നു. വിഷം കൊണ്ട് പറയാൻ രാജനാണ് ഒരിക്കലും പറയാൻ പാടില്ലാത്ത ഒരു കാര്യം ആ ഉദ്ഘാടന വേദിയിൽ പറഞ്ഞത്. അതായത് കോൺഗ്രസ്സുകാരുടെ കല്ലിട്ട് പോവുക മാത്രമേ ചെയ്യുള്ളൂ, ഞങ്ങൾ കല്ലിട്ടതിന്റെ മേലെ വേറെ കല്ലിടുന്നു. രാജന്റെ പറച്ചിൽ കേട്ടായിരിക്കും രാജൻ തറവാട്ടിന്ന് പൈസ എടുത്തുണ്ടോന്നും കണ്ട് കല്ലിന്റെ മേലെ കല്ലിട്ടതാണെന്ന് അല്ലേ? ഇവിടുത്തെ ജനങ്ങളും കേന്ദ്രവും കൊടുത്ത 2000 കോടി രൂപയുടെ 90% പുട്ടടിച്ചിട്ട് അല്ലെങ്കിൽ 90% കൈയിട്ട് വാരിയിട്ട് ബാക്കി ഒരു 10% പിച്ച കൊടുക്കുന്നത് പോലെ കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ് ഞങ്ങൾ എന്തോ മഹത്തായ കാര്യം ചെയ്തു, കോൺഗ്രസ്സുകാരാണെങ്കിൽ ചെയ്യില്ല എന്ന്. പോയി കാണടോ മുസ്ലിം ലീഗ് നിർമ്മിച്ച വീടുകൾ, നിങ്ങൾ നിർമ്മിച്ച വേറെ വീടുകളുടെ കോലം കണ്ടാൽ അല്ലേ? 30 ലക്ഷത്തിന്റെ വീടാണത്രേ. ഒരാട്ടുംകൂട് പോലെ വീടുണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതിന്റെ സൺഷെയ്ഡൊക്കെ കണ്ടാൽ നമ്മള് എന്താ പറയാ,
പെറ്റതുള്ള സഹിക്കില്ല. അതാണ് വീട്. വീടിന്റെ ചിത്രം കണ്ടതാ. 30 ലക്ഷത്തിന്റെ വീട്. ഇതിനേക്കാളും 4 ലക്ഷത്തിന് ലൈഫ് പദ്ധതിയിൽ ഇതിനേക്കാളും നല്ല വീടുകൾ ആൾക്കാർ ഉണ്ടാക്കുന്നുണ്ട്. കട്ടുമുടിക്കുക, കൂകി തോൽപ്പിക്കുക, അല്ലെ? കട്ടുമുടിക്കുക, കൂകി തോൽപ്പിക്കുക. പിന്നെ എന്താണ്? പിന്നെ ശൈലജ ടീച്ചറെ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ 51 വെട്ടുവെട്ടിയതിന്റെ കഥയുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. സസ്പെൻസ്. പിന്നെ ഉള്ളിലെ പേജുകളിലേക്ക് കടന്നാൽ എഡിറ്റോറിയൽ പേജിലെ യുദ്ധമല്ല ലോകത്തിന് വേണ്ടത് സമാധാനം. ശരി, ഇറാന്റെ യുദ്ധം ആര് നയിക്കും? പാശ്ചാത്യ വിരുദ്ധതയുടെ പടനായകൻ, തീക്കളമായി പശ്ചിമേഷ്യ, അമേരിക്കൻ നീരാളിപ്പിടുത്തം, ദുഃഖാചരണവുമായി ഇന്ത്യയിലെ മിനി ഇറാൻ. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് കർണാടകയിലെ മിനി ഇറാനിലും പ്രതിഷേധം. കശ്മീരിൽ തെരുവിലിറങ്ങി പ്രതിഷേധക്കാർ സ്കൂളുകൾ അടച്ചു. ഇത് ഏറ്റവും കൂടുതൽ പ്രതിഷേധം നടക്കുന്ന ഇന്ത്യയാണ്. അതാണ് ഏറ്റവും വലിയ രസം. കാശ്മീർ കഴിഞ്ഞ പിന്നെ കേരളത്തിൽ, അതായത് ആയത്തുള്ള അലി ഖമേനി മരിച്ചു കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ വിലാപയാത്രകൾ നടന്നതും കണ്ണീരൊഴുക്കലുകൾ ഉണ്ടായതും കശ്മീരിലെ വിഘടനവാദികൾ, ഇസ്ലാമിക തീവ്രവാദികൾ, അത് കഴിഞ്ഞിട്ട് കേരളത്തിലെ സുഡാപ്പികൾ, ഒപ്പം അന്തംഗമികൾ. അമേരിക്കയെ കുറ്റം പറയാം. പക്ഷേ ക്യാപ്റ്റന് മൂലക്കുരു വന്നാൽ അമേരിക്കയിലേക്ക് പോകണം. അതിന് അമേരിക്ക വേണം. വേണ്ട യുദ്ധവും ചോരചിന്തലും. യുദ്ധം സമൂഹത്തോടുള്ള വെല്ലുവിളി എന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. പിന്നെ എം വി ജയരാജന്റെ ഒരു ഫുള്ള് വിറ്റ് പരിപാടി ഉണ്ട്. അതുകൂടി പറയാം. അത് അടുത്ത വീഡിയോയിൽ ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അത് അവസാനിപ്പിക്കാം. CPI മുൻ MLA കെ അജിത് BJPയിൽ. CPI-ക്കാരുടെ ഏറ്റവും ജനപ്രിയ നേതാവായിരുന്നു ആരെന്നറിയോ? കെ അജിത്ത്. ദളിത് വിഭാഗത്തെ സംസ്ഥാന സർക്കാർ പരിഗണിക്കുന്നില്ലെന്ന് അജിത്ത്. വൈക്കത്തെ മുൻ MLA-യും CPI നേതാവുമായ കെ അജിത്ത് BJPയിൽ ചേർന്നു. BJP ആസ്ഥാനമായ മാരാർജി ഭവനിൽ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അംഗത്വം നൽകി സ്വീകരിച്ചു. കെ അജിത്ത്, ഞാൻ പണ്ട് കോട്ടയത്തായിരിക്കുന്ന കാലത്ത് കോട്ടയത്ത് വർക്ക് ചെയ്യുന്ന കാലത്ത് കെ അജിത്ത് വൈക്കത്ത് നമ്മുടെ വളരെ പ്രിയപ്പെട്ട ആളൊക്കെ ആയിരുന്നു. അന്നേ ജനപ്രിയ നേതാവാണ്. ജനപ്രിയ നേതാക്കൾക്കൊന്നും ഇവിടെ സ്ഥാനമില്ല. CPM-ൽ സ്ഥാനമില്ല. അല്ലെ CPI നേതാവാണ്. CPM അല്ല, CPI നേതാവ്. ഒക്കെ രണ്ട് കണക്ക് തന്നെ. CPI-യും CPM, ഏട്ടനും മനിയനും വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ അങ്ങനെയാണ് മലയാള മനോരമയിലെ വിശേഷങ്ങൾ. ഒരിക്കൽ കൂടി അതിന്റെ ഫ്രണ്ട് പേജ് കാണാം. വീണത് നെടും തൂൺ. ഖമേനി കൊല്ലപ്പെട്ടു. ഉള്ളെടുത്ത ജീവിതങ്ങളുടെ പുത്തൻ ഉയിർപ്പിന്റെ പ്രഖ്യാപനമായി മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്കുള്ള മാതൃകാ ടൗൺഷിപ്പിന്റെ ആദ്യഘട്ട പൂർത്തീകരണ പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. പക്ഷേ ഈ 178 കുടുംബങ്ങൾക്കും വീട്ടിൽ കയറി താമസിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം വീടിന്റെ പണി തീർന്നിട്ടില്ല. പക്ഷേ അടുത്ത ആഴ്ച എങ്ങാനും ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പരിപാടി ഒന്നും നടക്കൂല. അതുകൊണ്ട് ഒരു പ്രചാരണം, ഞങ്ങൾ ഇതാ മഹത്തായ എന്തോ കാര്യം ചെയ്തിരിക്കുന്നു. നിങ്ങൾ ഒരു മഹത്തായ കാര്യം ചെയ്തിട്ടില്ലല്ലോ. എന്ത് മഹത്തായ കാര്യം നിങ്ങൾ ചെയ്തു? എന്നിട്ട് നിങ്ങൾ കോൺഗ്രസ്സുകാർ കുറ്റപ്പെടുത്തും. കോൺഗ്രസ്സുകാർ പിരിച്ച പൈസ എവിടെ? കോൺഗ്രസ്സുകാർ സ്ഥലം വാങ്ങി അവിടെ തറക്കല്ലിടൽ കഴിഞ്ഞു. അവിടെ വീട് നിർമ്മാണത്തിന് ഒരുങ്ങുന്നു. മുസ്ലിം ലീഗ് 51 വീടുകൾ കൊടുത്തു കഴിഞ്ഞു. ഉളുപ്പില്ലേ നിങ്ങൾക്കൊക്കെ? മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി സ്വന്തം പടപ്പിരിവ് നടത്തിയിട്ട് 51 വീടുകൾ കൊടുത്തു കഴിഞ്ഞു. ഇനിയും വേറൊരു 50 പൂർത്തീകരിച്ചു വരുന്നു.